കൊച്ചിയിലെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങളിൽ വലഞ്ഞ മത്സ്യത്തൊഴിലാളികൾ പലയിടങ്ങളിൽ നിന്നുമുള്ള തെറ്റായ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ കാര്യമായി ബാധിച്ചു. ഈ മാസം 9-ന് ട്രോളിംഗ് നിരോധനം കൂടി നിലവിൽ വന്നാൽ തീരദേശ മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലാകും. വറുതിക്കാലത്തിനായി ദിവസങ്ങളെണ്ണി കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. അപകടത്തിൽപ്പെട്ട എൽസ-3 കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നുവെന്നും ഈ സാഹചര്യത്തിൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടമെന്നുമാണ് പ്രചാരണം. ശാസ്ത്രീയമായ ഒരടിത്തറയുമില്ലാതെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ മൂലം തീരദേശമാകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഈ എഞ്ചിൻ കിടന്നുകൂടി ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാണ് ഈ ഇന്ധനങ്ങളെല്ലാം. അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടില്ല. ഈ കപ്പൽ മുങ്ങിയ കാലം മുതൽ പറയണതാണ്, ആ ടൈം മുതൽ പറയണതാണ് അത് പൊട്ടിത്തെറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഇന്നേവർക്കൊരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് പൈസകളൊക്കെ ചിലവ് ചെയ്ത് ഇനിയിപ്പോൾ വരേണ്ടത് ഒരു സീസൺ പണിയാണ് ഈ വരുന്നത്. അപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ കടവും വിലയും കയറി നശിച്ചു പോകാനല്ലാതെ കണ്ടിട്ട് ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. ജൂൺ 5-ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മത്സ്യബന്ധനം നടത്താൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതോടെ 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം മൂലം ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്കും ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാതാകും. ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുന്നവർ പ്രതിസന്ധിയിലായാലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ട്രോളിംഗ് നിരോധന കാലത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ കപ്പൽ അപകടത്തിന് പിന്നാലെയുണ്ടായ വ്യാജ പ്രചാരണങ്ങൾ ഇപ്പോൾ ഇരു കൂട്ടർക്കും ഒരുപോലെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരെ വയറ്റത്തടിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു ചാനൽ ആ വാർത്ത കൊടുത്തത്. പിറ്റേ ദിവസം ഇന്നലെ ഞാൻ അവർ തിരിച്ചിട്ടുന്നുണ്ട് ഏത് മീൻ കഴിക്കാമെന്നുള്ളത്. ഒരാളും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ ഡോക്ടർമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു പഠനം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് പഠനം നടത്താണ്ട് നമുക്ക് വായത്ത് പോലും പറയണവർ ഏത് ഇങ്ങനെ ക്യാൻസറോ മറ്റ് ഓരോരോ അസുഖങ്ങളൊക്കെ പറയുന്നത്. കപ്പൽ അപകടത്തിന് പിന്നാലെയുണ്ടായ പ്രചാരണങ്ങളെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ മത്സ്യക്കച്ചവടത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചതെന്ന് കച്ചവടക്കാരും പറയുന്നു. മത്സ്യബന്ധന മേഖലയിൽ കോടികൾ ചിലവഴിച്ചിരിക്കുന്ന സംരംഭകർക്കും വൻകിട കമ്പനികൾക്കും ഇതുമൂലം ചെറുതല്ലാത്ത പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ തന്നെ പ്രശ്നത്തിൽ ഇടപെടണമെന്നും തീരദേശ മേഖലയെ സഹായിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.